ഇവളുടെ അപ്പം കള്ളനാണോ? അങ്ങനെ ചോദിച്ചാലോ? ഛേ വേണ്ട, രാവിലെ അപ്പന് പറയുന്ന അത്ര നല്ലതല്ല. നന്നാവാൻ തീരുമാനിച്ചു, നല്ല സ്വഭാവമാകാൻ തീരുമാനിച്ചു, അർച്ചനേട്ടത്തി പോലെ ഒരു നല്ല മരുമകൾ എന്ന പേരെടുക്കാൻ തീരുമാനിച്ചു. ഓ, നീ ഏട്ടത്തേക്ക് പഠിക്കുവാണോ? നന്നായി. ചെന്ന് കയറുന്ന വീട്ടിലെ അമ്മായി അമ്മയ്ക്കും അമ്മായിയപ്പനും ആ പാവം കെട്ടിയനും ഒരിത്തിരി സമാധാനം കിട്ടുമല്ലോ. പക്ഷേ കാക്ക വിളിച്ച കൊക്കാവില്ലല്ലോ എനക്ക്. ഇല്ല, പക്ഷെ വേണമെങ്കിൽ മാറ്റാം. കാക്കയ്ക്ക് വെള്ള പെയിന്റും കൊക്കിന് കറുത്ത പെയിന്റും അടിച്ചാ മതി. പക്ഷെ പോരല്ലോ, ജീനെന്നൊന്നില്ലേ, അത് മാറില്ലല്ലോ. അതുകൊണ്ട് നീ ഇനി ആർക്കും പിടിച്ചിട്ട് കാര്യമില്ല. അനക്കയ്ക്ക് അനക്കായി മാത്രമേ ജീവിക്കാൻ കഴിയൂ. അത് ശരിയാ പറഞ്ഞത്. ജീൻ സേതു അങ്ങളുടേത് നല്ല ജീനാണല്ലോ, പിന്നെ നിനക്ക് മാത്രം എങ്ങനെ ഇങ്ങനെ ഒരു ജീൻ കിട്ടിയത്? കോഫി നിന്റെ വെളച്ചില് നിന്റെ കയ്യിൽ വെച്ചാ മതി മോനെ സന്ദീപേ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും കൂടെ ഞാനും ഉണ്ട്. ആ രാവിലെ അർച്ചനേട്ടത്തി ഒന്ന് സഹായിക്കാന്ന് കരുതി കോഫി ഇട്ടു, എല്ലാവർക്കും കൊടുത്തു. ഇനി സന്ദീപേട്ടന് മാത്രമേ ബാക്കിയുള്ളൂ. നീ എന്താ വിളിച്ചത്? ഞാനോ? എന്ത് വിളിച്ചു? സാധാരണ വിളിക്കുന്ന പോലെ സന്ദീപെന്ന് വിളിച്ചു. വേറെന്തെങ്കിലും തോന്നിയോ? ഇല്ല. കുടിക്ക് കുടിക്ക്. ഇന്നലെ രാത്രി മൊത്തം ചാറ്റിങ്ങും ചീറ്റിംഗും ആയിരുന്നില്ലേ? ക്ഷീണം കാണും. കുടിക്ക്. എങ്ങനെയുണ്ട് കോഫി? കൊള്ളാവോ? ഫോണിൽ ചാർജ് തീർന്നു, കുത്തിയിട്. അതെങ്ങനെയാ? രാത്രി ഫുള്ള് ഓൺലൈനിൽ കാണും. അതെ, അതിന് നിനക്കെന്താ കുഴപ്പം? ഞാനേ ഒന്ന് ബാത്റൂം പോയിട്ട് വരാം. അല്ലെങ്കിൽ വേണ്ട. അപ്പൊ ഇനി പേടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണം. It's my sweet cup. So sweet to the heart. ഈ പൊടി ഉമ്മോച്ചുമ്മോച്ച് കപ്പ് പൊട്ടിക്കോ? അവൻ ഈ കപ്പിൽ കോഫി കിട്ടിയില്ലെങ്കിൽ കോഫി കുടിക്കില്ല. ചേച്ചി, അത് ഇതിന്റെ വക്കിലെ പൊടിയായിരുന്നു. ആ, അതൊന്നും നോക്കിയതാ. ഞാൻ കണ്ടു. ഇക്കണക്കിന് പോയാ ഈ കപ്പ് മുഴുവൻ പൊടിയാണെന്ന് പറഞ്ഞ് നീ അത് വിഴുങ്ങിക്കളയോന്ന് എന്റെ പേടി. എന്താ രാവിലെ ഒരു റൊമാൻസ്? 2 are better than 1 എന്നല്ലേ? ഇപ്പൊ ഞാൻ തനിച്ചല്ലേ, കൂടെ ഒരാളുണ്ടെന്ന് തോന്നല്. യെസ്, ഐ ഹാവ്. He is in my hand. ചേച്ചി, ഞാൻ എന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു തുടങ്ങി. അതൊക്കെ കൊള്ളാം, പക്ഷേ സ്റ്റെയർ ഇറങ്ങുമ്പോ നോക്കി ഇറങ്ങിയില്ലെങ്കിലേ എടുത്തോണ്ട് പോണ്ടി വരും. എന്റെ വഴികൾ എനിക്ക് നല്ലോണം ബോധ്യമുണ്ട് ചേച്ചി. ചിലരിവിടെ അഡ്ജസ്റ്റ്മെന്റ് പ്രണയം നടത്തുന്നുണ്ടല്ലോ, ഇതതുപോലല്ല. സന്ദീപേ, എന്താ എടുത്തി? നല്ല സന്തോഷത്തിലാണല്ലോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എപ്പോഴും ഉള്ളതുപോലൊക്കെ തന്നെ. കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നുന്നേ. പിന്നെ എങ്ങനെ എടുത്തേക്ക് തോന്നുന്നേ? എനിക്ക് തോന്നുന്നത് നീ ഒരു റൊമാൻറ്റിക് മൂഡിലാന്നാ. റൊമാൻറ്റിക്കോ? ഞാനോ? എടുത്തേക്ക് വെറുതെ തോന്നതാ. ഏടത്തിയുടെ അടുത്ത് നീ ഉരുളണ്ട. സത്യമായിട്ട് അങ്ങനൊന്നുമില്ല എടുത്തി. ഇത് ഞാൻ വിശ്വസിക്കണോ? നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ ആരെയോ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെന്ന്. ഒരു ചെറിയ പ്രണയം. ഈ ഏടത്ത് ചുമ്മാ വെറുതെ. എനിക്കിപ്പോ അതിനൊന്നും നേരമില്ല. കമ്പനിക്കാര്യങ്ങളാ മനസ്സ് നിറയെ. അതിന്റെ ഇടയ്ക്ക് റൊമാൻസ് പ്രണയമൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുമോ? അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട് എടുത്തി.
സമയം നോക്കിയിരുന്നാലേ മൂക്കിന്ന് പല്ല് മുളയ്ക്കും. പിന്നെ ആരെയും കിട്ടില്ല, പറഞ്ഞേക്കാം. എടുത്തി എനിക്കായി ഏതെങ്കിലും ഒരു ചുരുടുത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തേടി വരും, അല്ലെങ്കിൽ ഞാൻ അവളെ തേടി ചെല്ലും. പക്ഷേ എന്റെ കണ്ടീഷൻ എടുത്തേക്ക് അറിയാലോ. അറിയാം, മറ്റൊരർച്ചന വേണം. അതല്ലേ നിന്റെ കണ്ടീഷൻ? നന്നായി, നമുക്ക് തപ്പാം. പിന്നെ ഇന്നത്തെ കോഫി എങ്ങനെ ഉണ്ടായിരുന്നു? അത് പതിവ് പോലെ തന്നെ അച്ചുവട്ടത്തിൽ ഉണ്ടാക്കുന്ന കോഫിയല്ലേ, അതിന്റെ ടേസ്റ്റ് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ശരി, കോഫി ഇട്ടയാള് നല്ലതും നിനക്കായിട്ട് കോഫി ഇവിടെ കൊണ്ടു തന്ന ആള് മോശമെന്നാണോ? അതും വളരെ അപൂർവമായിട്ടാ അനഘ ഇത്തരം പണികളൊക്കെ ചെയ്യുന്നത് കാണുന്നത് തന്നെ. ആരും മോശം ആരും നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എടുത്തി. പിന്നെ അനഘ അതൊക്കെ ചെയ്തു പഠിക്കട്ടെ, ജീവിതത്തിൽ വളരെ ഗുണം ചെയ്യും അല്ലേ? അത് ശരിയാ. അവളിപ്പം സ്വയം ഒരു മാറ്റത്തിന് ശ്രമിക്കുക. കുറുമ്പും കുട്ടിക്കളിയൊക്കെ മാറ്റി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാ. അതും വളരെ നല്ലതായിരുന്നു. അനഘയൊക്കെ അത് നേരത്തെ ശീലിക്കേണ്ടതായിരുന്നു. പിന്നെ ഏട്ടത്തി പുതിയ ചില വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. അതെന്താ? അതിപ്പോ ഏട്ടത്തി എങ്ങനെയാ പറയുന്നേ? വേറൊന്നുമല്ല, ഈ ഫോൺ വിളി ഇത്തിരി കൂടുതലാന്ന് അറിയാൻ കഴിഞ്ഞ. ഈ ഏട്ടത്തി ചുമ്മാതെ, അതൊക്കെ എന്റെ ഫ്രണ്ട്സാ. അങ്ങനെയാണെങ്കിൽ നന്നായി, ഇല്ലെങ്കിൽ അവസാനം ചുറ്റിപ്പോവേ. അങ്ങനൊന്നും ഇല്ല ഏട്ടത്തി. അങ്ങനെ ആയാൽ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്നെ അവൾ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കും. അവളുടെ മാറ്റങ്ങളൊക്കെ നീ എന്ന ഒരുത്തിന് വേണ്ടി മാത്രമാ. അത് കിട്ടാതെ വന്നാ പിന്നെ നീ കാണില്ല. ഇതാരാ? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അവന്തിക ഉണ്ടോ ഇവിടെ? ഒന്ന് കാണണമായിരുന്നു. ആ വരൂ. ഏട്ടത്തി, ആ ദേ ഏട്ടത്തി വന്നല്ലോ. അർച്ചനെ ഡോക്ടർ സന്ധ്യ എവിടെ വെച്ച് കണ്ട പ്രശ്നമാവുമല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവന്തിക എന്താ എന്നെ കണ്ട് സ്റ്റക്കായി നിൽക്കുന്നത്? എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ആ, തീരെ പ്രതീക്ഷിച്ചില്ല. ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? നീ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്ന് വിളിച്ച ഫോൺ പോലും എടുക്കില്ല. അപ്പൊ പിന്നെ നേരിട്ടങ്ങ് കാണാന്ന് കരുതി വന്നതാ. പേരെന്താ? സ്നേഹ, നീ റെഡിയാണോ? ആ ഞാൻ താഴെ ഉണ്ട് ഏട്ടാ. നീ വാ, നമുക്ക് സംസാരിക്കാം. പോ, ആ റെഡി. ടൈം പോയി, വാ. നല്ല തിരക്കായിരുന്നു എനിക്ക്. അതിനും തിരക്കുള്ള ഒരു പ്രൊഫഷൻ ആണല്ലോ എന്റെയും. എന്നിട്ട് ഞാൻ സമയം കണ്ടെത്തി നിന്നെ തേടി വന്നു. നിനക്കെന്താ ഒരു ടെൻഷൻ പോലെ? സച്ചേട്ടൻ എപ്പോ എന്ത് ചെയ്യുന്നോ ചിന്തിക്കുന്നോ ഒരു ഐഡിയ ഇല്ലാതെ എല്ലാം പെട്ടെന്ന്. അതുകൊണ്ടാണല്ലോ സച്ചേട്ടനെ സർപ്രൈസുകളുടെ രാജാവെന്ന് വിളിക്കുന്നത്. എന്നാരാ വിളിക്കുന്നേ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അതിപ്പോ ആരെങ്കിലും വിളിക്കുന്ന കേൾക്കണോ ചേച്ചി? സംഗീത രാജാവ്, അഭിനയ രാജാവ് എന്നൊക്കെ നമ്മൾ ഓരോരുത്തരെ കുറിച്ച് പറയില്ലേ, അതുപോലെ പറഞ്ഞെന്നേ ഉള്ളൂ. എന്റെ പൊന്നോ. അതല്ലടി, ഇടയ്ക്ക് സന്ദീപ് ഇങ്ങനെ സച്ചേട്ടനെ പുകഴ്ത്തി വിളിക്കാറുണ്ട്. ഞാൻ കരുതി അവൻ വിളിക്കുന്ന നീ കേട്ട് കാണുമെന്ന്. ഞാനതൊന്നും കേട്ടില്ല.
ഞാൻ വെറുതെ ഒരു പ്രയോഗം നടത്തിയതാ. എനിക്ക് 9:30 ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ക്ലയന്റ് കാനഡയിൽ നിന്ന് വരുന്നതാ. ഇപ്പൊ തന്നെ മണി 9 ഇനിയിപ്പോ അവിടെ എത്തുമ്പോ വൈകുമായിരിക്കും. അതിന്റെ ഒരു ടെൻഷൻ. അതൊരു ഒന്നൊന്നര സർപ്രൈസ് ആയിപ്പോയി മോളെ. ജീവിതത്തില് ഇങ്ങനെ ഒരു സർപ്രൈസ് ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അച്ഛനോടും അമ്മയോടൊന്നും പറയണ്ട കേട്ടോ. അറിഞ്ഞ പിന്നെ എന്നെ വഴക്കു പറയും. ഇല്ല ചേച്ചി, ഞാനൊന്നും പറയില്ല. പോരെ, ഒന്ന് പറയുന്നുണ്ടോ ഇല്ലയോ? നിന്നെ കണ്ടിട്ടിപ്പോ 1 year ആയല്ലോ. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെ 1-2 കാര്യങ്ങൾ ചോദിച്ചറിയാനും ഉണ്ട്. എന്താ? നിനക്കൊരു അർച്ചന ഓർമ്മയില്ലേ? ഒരു മാഷിന്റെ മോള്. ജീവിതത്തിൽ ഒരിക്കലും അമ്മയാവാൻ ആ കുട്ടിക്ക് കഴിയില്ലെന്ന് അന്ന് ആ കുട്ടിയുടെ സ്കാനിങ് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഹോസ്പിറ്റലിൽ വെച്ച്? ഓർമ്മയില്ലേ? ആ അർച്ചന ഈയിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടായിരുന്നു. ആ കുട്ടി മാരീഡ് ആയല്ലേ? അവന്തികയുടെ ഹെൽപ്പോടെയാണോ ആ കുട്ടി വിവാഹം കഴിച്ചത്? ഹസ്ബൻഡിന് എന്തോ ബിസിനസ് ആണെന്ന് പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. ആരെ കണ്ടെത്തിയ താൻ ആ കുട്ടിയെ രക്ഷിച്ചത്? അത് ആ കുട്ടിക്ക് എന്തായാലും നല്ലൊരു ഭാവിയെ കിട്ടിയിരിക്കുന്നത് അതുറപ്പാ. ഇപ്പൊ എന്താ പുതിയ ഞെട്ടിക്കുന്ന സർപ്രൈസ്? ഇന്നലെ രാത്രി ഞാനും സച്ചേട്ടനും കൂടി ആരും അറിയാതെ ആരോടും പറയാതെ നമ്മൾ യാത്ര തുടങ്ങുന്നു. ഒരു യമണ്ടൻ സാഹസിക യാത്ര. ആ കടുപ്പത്തിലുള്ള ചേട്ടന്റെ സ്പെഷ്യൽ ചായങ്ങി പോരട്ടെ. ആ കുട്ടി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അന്ന് ചെയ്ത സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ആ കുട്ടിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന്. അവന്തിക ആ ഫയല് അവർക്ക് കൊടുത്തിരുന്നില്ലേ? അതോ ഇനി ഇത് മിസ്സായോ? അത് ഞാൻ ഇപ്പോ 1 year ആയില്ലേ. കൊടുത്തോ ഇല്ലയോന്ന് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. റിപ്പോർട്ട് ഇനിയായാലും ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ നിന്ന് ചെകഞ്ഞെടുക്കാമല്ലോ. ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരുമെന്നേ ഉള്ളൂ. ആ കുട്ടിക്ക്, അതായത് അർച്ചനയ്ക്ക്, ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഒന്നും കൂടി സ്കാൻ ചെയ്താൽ മതിയല്ലോ. ശരിയാ. നിങ്ങൾക്കിത് തമാശക്കളിയാണോ കൊച്ചേ? കണ്ടോ നട്ട പാതിരാത്രിക്ക് നടു റോഡിൽ ഇറങ്ങി നടക്കാൻ? ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മ അച്ഛനും കേട്ടോണ്ടിരിക്കായിരുന്നല്ലേ. ഞാൻ ഒറ്റയ്ക്കല്ലമ്മേ പോയത്, സച്ചേന്റെ കൂടെ അല്ലേ. ആര് കൂടെ ഉണ്ടെങ്കിലും എന്താ? എന്തെങ്കിലും സംഭവിച്ച ആരെങ്കിലും അറിയോ മോളെ? അതൊന്നും ഇല്ലമ്മേ. സച്ചേട്ടൻ വിളിച്ചാ ഞാൻ പിന്നെ എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത്? സച്ചേട്ടനെ വിശ്വാസം ഇല്ലാത്തോണ്ടാ ഞാൻ എതിർക്കുന്നതെന്ന് കരുതില്ലേ? താനെന്താടോ ഞാനിവിടെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും തരാത്തത്? അയ്യോ സോറി സന്ധ്യ. ഞാൻ പറഞ്ഞില്ലേ മീറ്റിംഗിന്റെ കാര്യം, അത് മാത്രമേ ഉള്ളൂ മൈൻഡില്. എനിക്ക് താനൊന്നും തരണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്ക് ഒന്ന് വേഗം പോണായിരുന്നു. താൻ എങ്ങനെയാ വന്നേ? എന്റെ കാറില്. ആണോ? എന്നാ നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരാം. എപ്പോ വന്നാലും താൻ അവിടെ ഉണ്ടാവുമല്ലോ. വാ സന്ധ്യ വാ. അല്ല, തന്റെ നെല്ലിശ്ശേരിയിലെ കുടുംബാംഗങ്ങളെ ഒന്നും പരിചയപ്പെട്ടില്ലല്ലോ. ആരൊക്കെയുണ്ട് ഇവിടെ? എല്ലാരും ഓരോ വഴിക്ക് പോയി. സച്ചിയുടെ അനിയത്തി സ്നേഹയാ നീ കുറച്ചുമുമ്പ് കണ്ടത്. ആ നിൽക്കുന്നതോ? അതെന്റെ അനിയത്തി അനഘ.
ഹായ് അനഘ. ഹായ്. അല്ല, ഈ സച്ചിക്ക് വേണ്ടി കല്യാണമൊക്കെ ആലോചിക്കായിരുന്നില്ലേ? കല്യാണാലോചന എവിടെ വരെ ആയി? സോറി സന്ധ്യ, അവന്റെ കല്യാണം കഴിഞ്ഞു, വിളിക്കാൻ പറ്റിയില്ല. ബെസ്റ്റ്. ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് എന്നെ ഒരു മൈൻഡും ഇല്ലെന്ന്. ഈ വീട്ടിലെ ഒരാളുടെ മാരേജ് നടക്കുമ്പോ എന്നെ ഒന്ന് വിളിച്ചു പറയെങ്കിലും ചെയ്യണ്ടേ? സോറി ഡിയർ, എക്സ്ട്രീംലി സോറി. ആ അതുപോട്ടെ, ആരാ ആള്? ഐ മീൻ സച്ചിയുടെ വൈഫ്. എവിടെയാ കുട്ടിയുടെ വീട്? കേട്ടിട്ട് ത്രില്ലായി കേട്ടോ. സച്ചേട്ടനൊരു ബിഗ് ഹായ് പറഞ്ഞേക്ക്. നീ ഞാൻ പറഞ്ഞ കാര്യം മറന്നെന്ന് തോന്നുന്നു. മീറ്റിംഗ് 9:30 സച്ചിയുടെ വൈഫിന്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നാ എന്റെ കാര്യം മുടങ്ങും. 10 crore ഒരു പ്രോജക്റ്റാ, മേ ബി മിസ്സാവും. എല്ലാരും നമുക്കൊരു ദിവസം വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ? അനഘ, നീ കാറിന്റെ കീ ഒന്ന് എടുത്തോണ്ട് വാ, എനിക്ക് വേഗം പോണം. എന്നാ ശരി അവന്തിക, ആ ആ ഞാൻ പോവാണേ. ബൈ. ശരി. വാ. ചേച്ചി എന്താ പോകുന്നില്ലേ? എങ്ങോട്ട്? ചേച്ചിയല്ലേ പറഞ്ഞത് കീ എടുത്തോണ്ട് വരാ. എന്നിട്ടിപ്പോ എന്താ തിരിച്ചു കയറി പോകുന്നത്? എന്തെങ്കിലും മറന്നു വെച്ചോ? ഞാൻ എവിടെയും പോകുന്നില്ല. അപ്പൊ മുൻപ് പറഞ്ഞത്? അനക്ക് എന്താ അനക്കേ ഓരോന്നിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നേ? ശരി, പോകുക വരൂ, അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. വന്നു പോയ ലേഡി ആരെന്ന് പറയാൻ പറ്റൂ? എന്നെ കാണാൻ പലരും വരും പോകും. അവരൊക്കെ ആരാണ് എന്താണെന്നൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി 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 എന്തിനാ അവരെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണാന്ന് പറഞ്ഞ്? അവര് ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നത്? അല്ല, അവരെ കണ്ടപ്പോ ചേച്ചി പൂച്ചയെ കണ്ട എലിയെ പോലെ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വെമ്പുന്നത് കണ്ട് ചോദിച്ചതാ. അതാരാ? ഒരു സാധാരണ സ്ത്രീയെ കാണുമ്പോ ധാർഷ്ട്യത്തോടെ മാത്രം പെരുമാറുന്ന അവന്തിക മാഡം ഇവര് വന്നപ്പോ പഞ്ചപുച്ച അടക്കി പുറകെ നടക്കുന്നത് കണ്ടപ്പോ വന്നത് വേറെ ഒരു ലേഡി അല്ലെന്ന് എനിക്ക് തോന്നി. അവന്തിക അങ്ങനെയൊക്കെ പെരുമാറും, അതിന് നിനക്കെന്താ? നീ നിനക്കറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി, മനസ്സിലായോ? എഴുതി അതാരായിരുന്നു വന്നത്? അതെന്റെ ഒരു പഴയ ഫ്രണ്ടാ, എന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അവര് കേരള ഹോസ്പിറ്റലിലെ ഡോക്ടറാണോ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? അവിടെ നിനക്ക് ആരെ അറിയാം? അല്ല, അവര് കേരള ഹോസ്പിറ്റലിലുള്ള ഒരു സന്ധ്യ മേഡത്തെ പോലെ എനിക്ക് തോന്നി. നിനക്ക് തോന്നിയതാവും. ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയാ. അവള് ഡോക്ടറൊന്നും അല്ല. പക്ഷെ ചേച്ചി, അവളുടെ കാറിന് പിറകില് ഡോക്ടർ എംബ്ലം ഉണ്ടായിരുന്നല്ലോ. എനിക്കും എംബ്ലം ഉള്ളതുപോലെ തോന്നി. അതാ അവര് കേരള ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന് ഞാൻ കരുതിയേ. ശരിയാ, ഉണ്ടായിരുന്നല്ലേ? ചിലപ്പോ അത് ബ്രദറിന്റെ കാറാവും. അയാള് ആയുർവേദ ഡോക്ടറോ മറ്റോ ആണ്. വന്നു പോയ ആളിൽ എന്തോ രഹസ്യമുണ്ട്. ചേച്ചി മറച്ചു പിടിക്കുന്ന ആ രഹസ്യം അതെന്താണെന്ന് കണ്ടെത്തണമല്ലോ.